കോഴിക്കോട്ട് സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് അഭയകേന്ദ്രത്തിൽ കഴിയവേ കവിതാ ചിത്രരചനകൾ നടത്തി ശ്രദ്ധേയയായിരുന്നു ബംഗ്ലാദേശി യുവതി ആയിഷ. കഴിഞ്ഞ മാസം നാട്ടിലേക്ക് മടങ്ങിയ ആയിഷ ബംഗ്ലാദേശിലെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കപ്പെട്ടവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണിപ്പോൾ. പേരും മുഖവും പരസ്യമാക്കിക്കൊണ്ട് ആയിഷ ബംഗ്ലാദേശി മാധ്യമത്തിന് അഭിമുഖം നൽകി. ഞാൻ എന്ന മുറിവ് എന്നായിരുന്നു ബംഗ്ലാദേശി യുവതിയുടെ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര്. കവയിത്രിയുടെ മുഖവും യഥാർത്ഥ പേരും അന്ന് പുറത്തുവിടാൻ കഴിഞ്ഞില്ല. നിഴൽ എന്നർത്ഥം വരുന്ന സായ എന്ന് അവൾ സ്വയം പേരിട്ടു. എഴുത്തുകാരിയെ പങ്കെടുപ്പിക്കാതെ അന്ന് പ്രകാശനവും നടന്നു. അവളുടെ ചിത്രങ്ങളും അന്ന് കോഴിക്കോട് പ്രദർശിപ്പിച്ചിരുന്നു. നാട്ടിലേക്ക് തിരിച്ചുപോയ സായ പക്ഷേ വെറുതെ ഇരുന്നില്ല. ലൈംഗികാതിക്രമങ്ങൾക്കിരയാവുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സായ തീരുമാനിച്ചു. ബംഗ്ലാദേശി പത്രമായ ദി ഡെയിലി സ്റ്റാറിന് അവൾ മുഖം നൽകി. പേരും പറഞ്ഞു, ആയിഷ. നാട്ടിൽ തിരിച്ചു വന്ന തനിക്ക് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ഒറ്റപ്പെടൽ കാരണമാണ് ഇരകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് ആയിഷ അഭിമുഖത്തിൽ പറയുന്നു. ആയിഷ പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഏറെ സന്തോഷകരമാണെന്ന് കോഴിക്കോട് പുസ്തക പ്രകാശനം നടത്തിയ ആം ഓഫ് ജോയ് പ്രവർത്തകൻ അനൂപ് പറഞ്ഞു. നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് വരികയും അവരുടെ പേരും ചിത്രവും അടക്കം തന്നെ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വരാൻ അവർ തയ്യാറാവുകയും, കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പോരാളിയുടെ വേഷമെടുത്താണ് ഞാൻ റെഡി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഏതായാലും സമൂഹം അവരെ ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അവരൊരു എഴുത്തുകാരിയായി മാറിയിട്ട് തന്നെ അതിനൊരു പ്രതികാരം ചെയ്യുക, ഒരു മറുപടി പറയുക എന്നുള്ള ഒരു ഇതായിട്ടാണ് നമുക്കതിൽ നിന്ന് തോന്നുന്നത്. കോഴിക്കോട് നിന്ന് മലയാളത്തിൽ പുറത്തിറക്കിയ പുസ്തകം ബംഗ്ലാദേശിൽ പ്രസിദ്ധീകരിക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും അഭിമുഖത്തിൽ ആയിഷ വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.